ചെറുപ്പത്തിൽ അത്ര നന്നായിട്ട് പഠിക്കുന്ന ആളൊന്നും അല്ലായിരുന്നു. അപ്പം മമ്മി പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെ എന്നെ അങ്ങോട്ട് മാറ്റി മമ്മിയുടെ ഒരു പ്രത്യേക ശ്രദ്ധ കിട്ടാൻ വേണ്ടി. പക്ഷേ അങ്ങനെ 3-ാം ക്ലാസ്സിലാണ് ഞാൻ ആ സ്കൂളിലോട്ട് ചെല്ലുന്നത്. പക്ഷേ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും എനിക്ക് അക്ഷരം കൂട്ടി വായിക്കാനോ ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മൂലം മമ്മിക്കൊരു നാണക്കേട് ഉണ്ടാവണ്ടല്ലോ, അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടായി. അപ്പോൾ അങ്ങനെ പഠിക്കണമെന്ന് ആദ്യമായിട്ടൊരു ആഗ്രഹമൊക്കെ തോന്നി. പക്ഷെ അങ്ങനെ ആഗ്രഹം വന്നെങ്കിലും പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകിച്ച് മാത്സ് എന്ന സബ്ജക്റ്റ് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ മാത്സിൻ്റെ എക്സാമിന് മുമ്പ് ഞാൻ സ്ഥിരം മമ്മിയുടെ അടുത്ത് പോയി കരഞ്ഞ് അങ്ങനെ മാത്സിന് എനിക്ക് എപ്പോഴും മാർക്ക് കുറവായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു എക്സാമിന് മുമ്പ് പതിവ് പോലെ ഞാൻ മമ്മിയുടെ അടുത്ത് പോയിരുന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞു. ഞാൻ എക്സാം എഴുതുന്നില്ല, ഒന്നും പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ മമ്മി എനിക്കൊരു വചനം പറഞ്ഞു തന്നു. അതിപ്രകാരമായിരുന്നു, ഫിലിപ്പി 4:13, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. മമ്മി എന്നോട് പറഞ്ഞു, ഈ വചനം നീ നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെക്ക്. ഈ വചനം എഴുതി വെച്ച് നീ കൂടെ വായിക്കുക, പഠിക്കുമ്പോഴെല്ലാം അത് വായിക്കുക, എന്നിട്ട് പോയി എക്സാം എഴുതുക, ഉറപ്പായിട്ട് നിനക്ക് നല്ല മാർക്ക് കിട്ടുമെന്ന് മമ്മി പറഞ്ഞു. അപ്പോൾ ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമാണ്. മമ്മി പറഞ്ഞത് അതേപടി ഞാൻ വിശ്വസിച്ചു. ഞാൻ നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ടിൽ ഈ വചനം എഴുതി വെച്ചു. അപ്പോൾ പഠിക്കുന്നതിന് മുമ്പ് ഈ വചനം ജസ്റ്റ് ഒന്ന് വായിക്കും, എന്നിട്ട് പഠിക്കും. അങ്ങനെ പോയി എക്സാം എഴുതി റിസൾട്ട് വന്നപ്പം ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് മാത്സിന് ഫുൾ മാർക്ക് കിട്ടി. എൻ്റെ മാർക്ക് കണ്ടിട്ട് ഞങ്ങളുടെ മാത്സ് ടീച്ചറിൻ്റെ വരെ ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പോൾ ടീച്ചർ ആൻസർ ഷീറ്റ് തരാൻ നേരത്ത് എന്നെ ഫ്രണ്ടിലോട്ട് വിളിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചത് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി എൻ്റെ നോട്ട്ബുക്ക് എടുത്ത് മിസ്സിനെ കാണിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, കണ്ടോ മിസ്, ഇത് കണ്ടോ, എൻ്റെ മമ്മി എന്നോട് ഇങ്ങനെ പറഞ്ഞു, അതനുസരിച്ച് ഞാൻ വചനം എഴുതി പഠിച്ചത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഇത്ര നല്ല മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു സാക്ഷ്യം എന്ന് പറയാം. എന്താണ്, ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് അത് ജീവിക്കുന്ന ആളാണ്. അതുപോലെ വചനം എന്ന് പറയുന്നത് ജീവനുള്ള വചനമാണ്. നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും എന്നുള്ളൊരു ബോധ്യം ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ കിട്ടാൻ ഈ ഒരു ഇൻസിഡൻറ്റ് എന്നെ ഒത്തിരി സഹായിച്ചു. 3-ാം ക്ലാസ്സിൽ വെച്ചുണ്ടായ ഈ അനുഭവം ജീവിതത്തിൽ എന്ത് ചെയ്യുന്നതിന് മുമ്പും ഈശോയോട് ചോദിച്ച് വചനം വായിച്ച് ഈശോയുടെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു ശീലം വളർത്തിയെടുക്കാൻ അത് ഒത്തിരി സഹായകരമായി.